കൊച്ചിക്കാരാദ്യമായിട്ട് ഒരു ട്രെയിനിന്റെ ചൂളം വിളി കേട്ടത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. സ്വാമി വിവേകാനന്ദന്റെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയൊക്കെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്. വൈക്കം സത്യാഗ്രഹത്തിനായി ഗാന്ധിജി വന്നിറങ്ങിയത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്, കൊച്ചി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താ നോക്കാം. കൊഴിഞ്ഞു വീണ കാലത്തിന്റെ തിരുശേഷിപ്പുകൾ പോലെ കാട്ടുവള്ളി പടർപ്പുകളും കരിയിലക്കൂട്ടങ്ങളും നീക്കിയാൽ ഒരുപക്ഷെ മഹാത്മജിയുടെ കാൽപ്പാടുകൾ കണ്ടേക്കാം. അതിനുമപ്പുറം ചരിത്രത്തിന്റെ അസ്ഥികൂടങ്ങൾ ചികഞ്ഞാൽ ദേശസ്നേഹത്താൽ സ്വന്തം സ്വർണ്ണ കിരീടം പോലും വിറ്റ ഒരു നാടുവാഴിയുടെ ഗാംഭീര്യമാർന്ന മുഖവും കാണാം. ജൂലൈ 16 കൊച്ചി രാജ്യത്തിലേക്ക് ആദ്യമായി ഒരു തീവണ്ടി ചൂളം വിളിച്ചെത്തി. 42 ലക്ഷം രൂപയാണ് അന്ന് പാത നിർമ്മാണത്തിന് ചിലവായത്. സൗത്ത് സ്റ്റേഷൻ സ്ഥാപിതമായതോടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അവഗണിക്കപ്പെട്ടു തുടങ്ങി. 1960 വരെ പാസഞ്ചർ ട്രെയിനുകൾ അതുവഴി കടന്നുപോയിരുന്നു. പിന്നീട് അതും നിലച്ചു. 2001 അന്നത്തെ സർക്കാർ സ്റ്റേഷൻ ഗുഡ്സ് ഷെഡാക്കി മാറ്റി. പതിയെ ആളനക്കമില്ലാതായി. ചെങ്കല്ലിൽ തീർത്ത കെട്ടിടങ്ങൾ ഇടിഞ്ഞിറങ്ങി. ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത തറകൾ മണ്ണിനടിയിലെവിടെയോ പുതഞ്ഞുപോയി. അറ്റകുറ്റപ്പണികളില്ലാതെ പാളങ്ങൾ മണ്ണുമൂടി. ചരിത്രത്തിന്റെ അസ്ഥികൂടങ്ങൾ പോലെ അങ്ങിങ്ങായി മാത്രം ഇപ്പോൾ പാളങ്ങൾ തെളിഞ്ഞു കാണാം. ഏക്കറിൽ ചുറ്റുമതിൽ കെട്ടിപ്പൊക്കിയ ഘോരവനമാണ് ഇന്നിവിടം. ഇഴജന്തുക്കളും ഇരുട്ടുമൂടിയ കാടും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും ഭയാനകമായ അന്തരീക്ഷം. ടെർമിനലിന്റെ സ്ഥലത്ത് സബർബൻ ഹബ്, റെയിൽവേ മെഡിക്കൽ കോളേജ്, സദേൺ റെയിൽവേയുടെ മെയിൻ്റനൻസ് ഹബ് തുടങ്ങി പല പദ്ധതികളും നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും ഒന്നും നടപ്പായില്ല. ഓൾഡ് റെയിൽവേ സ്റ്റേഷനെ ന്യൂ റെയിൽവേ സ്റ്റേഷനായി നവീകരിക്കാനുള്ള പദ്ധതികൾ ദക്ഷിണ റെയിൽവേ അംഗീകരിച്ചിരുന്നെങ്കിലും അതും ജലരേഖകൾ പോലെയായി. ചരിത്രത്തെ ചൂണ്ടിക്കാട്ടി വരും തലമുറയ്ക്ക് ഒരു മുത്തശ്ശിക്കഥ പറഞ്ഞു കൊടുക്കാനെങ്കിലും സാമൂഹ്യ വിരുദ്ധരും ഇഴജന്തുക്കളും കൈയടക്കിയ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്.